നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ CPMന്റെ പരാജയ ദുരന്തത്തെ വിലയിരുത്താൻ ഫേസ്ബുക്കിൽ കുറിച്ച മുൻ ധനമന്ത്രി തോമസ് ഐസക്കിനെ കളിയാക്കി കമന്റ് അഭിഷേകം. പാർലമെന്റിൽ NDAയുടെ സീറ്റ് 353-ൽ നിന്ന് 292 കുറയുകയും BJPക്ക് കേവല ഭൂരിപക്ഷം നഷ്ടപ്പെടുകയും ചെയ്ത സന്ദർഭത്തിൽ പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ വീമ്പ് പറഞ്ഞൊരു കാര്യം കേരളത്തിൽ അക്കൗണ്ട് തുറന്നു എന്നുള്ളതാണ്. തൃശൂരിൽ വിജയിക്കുക മാത്രമല്ല 11 അസംബ്ലി മണ്ഡലങ്ങളിൽ BJP 1-ാം സ്ഥാനത്ത് വന്നു. മറ്റ് 7 മണ്ഡലങ്ങളിൽ 2-ാം സ്ഥാനത്തും. NDAയുടെ വോട്ട് ശതമാനം 2019-നെ അപേക്ഷിച്ച് 3.64% ഉയർന്ന് 19.2%. 2014-ൽ ഇതിന്റെ പകുതി പിന്തുണയെ കേരളത്തിൽ BJPക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഇത്തവണത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ശബരിമല പോലെ ഒരു പ്രശ്നം ഇല്ലാതിരുന്നിട്ടുകൂടി LDFന്റെ അടിത്തറയിൽ നിന്ന് ഒരു വിഭാഗം വോട്ട് BJPയിലേക്ക് പോയി എന്നത് ഗൗരവമായ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. ആനുകൂല്യങ്ങളും മറ്റും കുടിശ്ശിക ആയതുകൊണ്ടുള്ള ജനകീയ അസംതൃപ്തി തങ്ങൾക്ക് അനുകൂലമായി മാറ്റുന്നതിന് BJPക്ക് എങ്ങനെ കഴിഞ്ഞു? ഇങ്ങനെയുള്ള ചോദ്യത്തോടൊപ്പം പോയിന്റുകൾ നിരത്തുകയായിരുന്നു തോമസ് ഐസക്. കേരളത്തിൽ വളരെ ഫലപ്രദമായി അമ്പലങ്ങളെയും അതുമായി ബന്ധപ്പെട്ട ഭക്തി പ്രസ്ഥാനങ്ങളെയും BJP ഉപയോഗപ്പെടുത്തി അമ്പലങ്ങളും ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട സമിതികളിൽ നിന്നും മറ്റും പാർട്ടി നേതാക്കളും അംഗങ്ങളും പിന്മാറിയത് ഇവ വരുതിയിലാക്കാൻ RSSന് സഹായകമായി. ഇന്നും ഈ സ്വാധീനം ഗണ്യമായ തോതിൽ തുടരുന്നു. അമ്പലങ്ങളും ഭക്ത സംഘടനകളും വീടുകളുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയ കൂട്ടായ്മകളെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തി. ഇങ്ങനെ പറയുന്നതിലൂടെ സഖാക്കന്മാരെ അമ്പല കമ്മിറ്റികളിലേക്ക് നുഴഞ്ഞു കയറാനുള്ള ആഹ്വാനം നൽകുകയാണ് തോമസ് ഐസക്. BJPയെ വർഗീയതയുമായി എപ്പോഴും കൂട്ടിക്കെട്ടുന്ന ഈ സഖാക്കന്മാരുടെ ഓരോ വാക്കിലും നിഴലിക്കുന്ന വർഗീയത കേരള ജനത തിരിച്ചറിഞ്ഞുകൊണ്ടാണ് BJPയെ സ്വീകരിക്കാൻ പ്രബുദ്ധ മലയാളികൾ തയ്യാറാവുന്നതെന്ന് തോമസ് ഐസക് ഉൾപ്പെടെയുള്ള സഖാക്കന്മാർ ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കണം. തോമസ് ഐസക്കിന്റെ വിലയിരുത്തലുകളെ വിമർശിച്ചുകൊണ്ടുള്ള കമന്റുകൾ നിരവധിയാണ്. കുറച്ചു കാലങ്ങളായി വിമർശനം, അത് എത്ര സത്യസന്ധമാണെങ്കിലും വസ്തുതാപരമാണെങ്കിലും അതിനോട് വല്ലാത്ത അസഹിഷ്ണുതയാണ്. വിമർശനം ഉന്നയിക്കുന്നവരെ അനഭിമതരായി പ്രഖ്യാപിക്കും. ഒരു മുഴുവൻ സമയ പ്രവർത്തകൻ ആണെങ്കിൽ അവന്റെയും കുടുംബത്തിന്റെയും ജീവിതം കട്ടപ്പുക. ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വം വല്ലാതെ ബാധിച്ചിരിക്കുന്നു. നേതാക്കളുടെ ആർഭാട ജീവിതം ഒരു പൊതു രീതിയായിരിക്കുന്നു. പിന്നെ അഴിമതിക്കെതിരെ കൊണ്ടുവന്ന ലോകായുക്ത നിയമത്തിൽ വെള്ളം ചേർത്ത് ഇല്ലാതാക്കിയത് ഇടതുപക്ഷത്തിന്റെ മുഖം വികൃതമാക്കി. സർക്കാരിന്റെയും പാർട്ടിയുടെയും ബഹുജന സംഘടനകളുടെയും ജനവിരുദ്ധ നയങ്ങളെ വിമർശിച്ചാൽ അവരെ മുഴുവൻ സംഖ്യകളും കൊങ്ങികളുമാക്കി മുദ്രകുത്തുന്ന സൈബർ വെട്ടുകിളികളും ചാനലിൽ വന്നിരുന്ന് ന്യായീകരിക്കുന്ന ന്യായീകരണ തൊഴിലാളികളും നേതാവിനെ കാരണഭൂതനായി ആരാധിക്കുന്ന AK ബാലൻ, ഗോവിന്ദൻ മാഷ്, വാസവൻ തുടങ്ങിയ നേതാക്കളുടെ പ്രസ്താവനകളുമൊക്കെ പാർട്ടി അനുഭാവികളെ പോലും വെറുപ്പിച്ചു. DYFIയുടെ ജീവൻ രക്ഷാ പ്രവർത്തനങ്ങളും SFIയുടെ തോറ്റവരെ ജയിപ്പിക്കുന്ന പരിപാടികളും വ്യാജ സർട്ടിഫിക്കറ്റ് സംഭവങ്ങളും PSC കോപ്പിയടിയും അധ്യാപകരോടുള്ള ആദര പ്രകടനങ്ങളുമെല്ലാം ഫാസിസ്റ്റ് രീതികളായിരുന്നു. ഫാസിസ്റ്റ് ഏകാധിപതിയുടെ കീഴിൽ ഇതൊക്കെ നടന്നില്ലെങ്കിലേ അത്ഭുതപ്പെടേണ്ടതുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ പിണറായിയുടെ നേതൃത്വത്തിലുള്ള 2ാം LDF സർക്കാർ ജനങ്ങളെ വെറുപ്പിച്ചു. നേതാക്കൾക്ക് ഊഴമിട്ട് വീതിച്ചു കൊടുക്കേണ്ടതല്ല, മറിച്ച് ഭരണ മികവുള്ളവരെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിവുള്ളവരെയാണ് മന്ത്രിയാക്കേണ്ടത്. ഈ സർക്കാരിൽ മിക്കവാറും എല്ലാവരും വമ്പൻ പരാജയങ്ങളാണ് എന്ന് തുടങ്ങി നിരവധി കമന്റുകളാണ് തോമസ് ഐസക്കിന്റെ പോസ്റ്റിന് ലഭിച്ചിരിക്കുന്നത്.